ഈ അടുത്ത ദിവസങ്ങളിൽ വാർത്തകളിൽ നിറഞ്ഞു നിന്ന 3 കപ്പലുകൾ, അവയെ നമുക്ക് പരിചയപ്പെടാം. സ്വാഗതം സോഷ്യൽ സയൻസ് പാഠശാലയിലേക്ക്. ആദ്യമായി MSC ഐറീന. ഈ കപ്പലുകളുടെ പേരിന് മുന്നിൽ ഒരു ചുരുക്കെഴുത്ത് കാണും. അത് ആ കപ്പൽ ഏത് കമ്പനിയുടേതാണോ അതിൻ്റെ പേരിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇവിടെ കപ്പലിൻ്റെ പേര് MSC ഐറീന എന്നാണ്. അപ്പോൾ MSC എന്നത് കമ്പനിയുടെ പേരാണ്. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കോർപ്പറേഷൻ എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് MSC. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം സ്വിറ്റ്സർലാൻഡിലെ ജനീവയാണ്. അവരുടെ കപ്പലായ MSC ഐറീന ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പ് എന്ന ഖ്യാതി നേടിയ കപ്പലാണ്. 400 മീറ്റർ നീളവും 61 മീറ്റർ വീതിയുമുള്ള MSC ഐറീന ആദ്യമായി ഒരു സൗത്ത് ഏഷ്യൻ തുറമുഖത്ത് നങ്കൂരമിട്ടിരിക്കുകയാണ്. ഏതാണ് ആ ദക്ഷിണേഷ്യൻ തുറമുഖം? നമ്മുടെ സ്വന്തം വിഴിഞ്ഞം തുറമുഖം. ഈ കപ്പലിൻ്റെ സംഭരണശേഷി 24,300 TEU ആണ്. എന്താണ് ഈ TEU? ഇത് ഡിനോട്ട് ചെയ്യുന്നത് 20 ഫൂട്ട് ഇക്വലൻ്റ് യൂണിറ്റിനെയാണ്. കപ്പലുകളുടെ സംഭരണശേഷി ഇതിലാണ് പറയുക. ഒരു കപ്പലിൻ്റെ സംഭരണശേഷി 1000 TEU ആണെന്നിരിക്കട്ടെ. അതിൻ്റെ അർത്ഥം 20 ഫൂട്ട് വിസ്തീർണമുള്ള 1000 കണ്ടെയ്നറുകൾ ആ കപ്പലിൽ കൊള്ളുമെന്നാണ്. MSC ഐറീന വിഴിഞ്ഞം തുറമുഖത്ത് എത്തുമ്പോൾ അതിൻ്റെ ക്യാപ്റ്റനായിരുന്നത് ഒരു മലയാളിയാണ്, തൃശ്ശൂർക്കാരനായ വില്ലി ആൻ്റണി. ഇനി അടുത്ത കപ്പൽ, അതും MSC എന്ന കമ്പനിയുടെ തന്നെയാണ്, MSC എൽസ. ഈ കപ്പലാണ് 2 ആഴ്ച മുമ്പ് കൊച്ചിക്ക് സമീപം വച്ച് അപകടത്തിൽപ്പെട്ടത്. ലൈബീരിയയിലായിരുന്നു MSC എൽസ എന്ന കപ്പൽ രജിസ്റ്റർ ചെയ്തിരുന്നത്. 1997 നിർമ്മിക്കപ്പെട്ട MSC എൽസ എന്ന കപ്പലിനെ കുറിച്ച് ഈ ചാനലിൽ മുൻപൊരു വീഡിയോ വന്നിട്ടുണ്ട്, ദയവായി അത് കാണുക. അടുത്തത് കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെട്ട MV വാൻഹായ് എന്ന കപ്പലാണ്. സിംഗപ്പൂരിൽ രജിസ്റ്റർ ചെയ്ത തായ്വാൻ കപ്പലാണ് MV വാൻഹായ്. ശ്രീലങ്കയിലെ കൊളംബോ തുറമുഖത്ത് നിന്നും മുംബൈയിലെ നവശേവ എന്ന തുറമുഖത്തേക്കുള്ള യാത്രക്കിടെയാണ് കപ്പലിൽ സ്ഫോടനം ഉണ്ടാകുന്നത്.